സനാതനധർമ്മം രൂപം കൊണ്ടത് 1, 100, 1000 പേരിൽ നിന്നല്ല. പതിനായിരക്കണക്കിന് യോഗികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മഹത്തായ പ്രപഞ്ച രഹസ്യങ്ങളാണ് സനാതനധർമ്മം ഉൾക്കൊള്ളുന്നത്. പ്രപഞ്ച രഹസ്യങ്ങളും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഉൾക്കൊണ്ട ആ സമൂഹത്തെക്കുറിച്ച്, അവയുടെ ഉൽപ്പത്തി, നിലനിൽപ്പ്, അതിൻ്റെ അവസാനം ഉൾപ്പെടെ അതിനുശേഷമുള്ള കാര്യം, ഇഹലോക ജീവിതവും പരലോക ജീവിതവും ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഉള്ള ഗവേഷണ ഫലമാണ് സനാതനധർമ്മം. അത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. താളിയോല ഗ്രന്ഥങ്ങളിൽ സംസ്കൃതത്തിൽ ധാരാളം രചനകളുണ്ടായിട്ടുണ്ട്. എണ്ണമില്ലാത്തത്ര ഉണ്ടായിട്ടുണ്ട്. അവയിൽ വളരെയധികം സൂക്ഷിച്ചിരുന്നു, നഷ്ടപ്പെടാതെ നളന്തയിലും തക്ഷശിലയിലും മറ്റും. അത് 95% നഷ്ടപ്പെട്ടു പോയി, നശിപ്പിക്കപ്പെട്ടു. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നഷ്ടപ്പെടാത്താൽ തന്നെ അതിൻ്റെ ആ രൂപം അത് അവർ മനുഷ്യ മനസ്സിലേക്കും പ്രപഞ്ചത്തിലേക്കും ആവാഹിച്ചു വച്ചിരുന്നു. അതിൻ്റെ ആശയം മുഴുവൻ യോഗികൾ യാഗങ്ങൾ നടത്തിയിരുന്നത് വസ്തുക്കൾ ഹോമിച്ച് നഷ്ടപ്പെടുത്തി കളയാനല്ല. അതിശക്തമായ മന്ത്രങ്ങൾ, അതീന്ദ്രിയ തലത്തിൽ നിന്നും അവർ കണ്ടെത്തിയ മന്ത്രങ്ങൾ ഉരുവിട്ട് വസ്തുക്കളിലേക്ക് ആവാഹിച്ച് നെയ്യ്, തേന്, പുഷ്പം, ചന്ദനം ഇതുപോലുള്ള അനേക വസ്തുക്കളിലേക്ക് ആവാഹിച്ച് അത് മുഴുവൻ വായുവിലേക്ക് കലർത്തുക. അതായത് നമ്മുടെ ഭൂമിയിലുള്ള വായുവിലേക്ക് കലർത്തുക, രേഖപ്പെടുത്തുക. ആ കണ്ടെത്തലുകൾ അവരുടെ ആ മഹത്തായ ദൈവത്തിൽ നിന്ന് കിട്ടിയ കണ്ടെത്തലുകൾ പകർത്താൻ വേണ്ടിയാണ് ഈ യാഗങ്ങൾ നടത്തിയിരുന്നത്. ഓരോ മണൽത്തരിയിലേക്കും അവരവരുടെ മോളിക്കുലാർ തലത്തിലല്ല, അതിനേക്കാൾ താഴെ ആറ്റം തലത്തിലല്ല, അതിലും താഴെ ക്വാർക്കിൻ്റെ തലത്തിലല്ല, അതായത് അതിനേക്കാൾ താഴ്ന്ന ഒരു തലമുണ്ട്. ക്വാർക്കും ഊർജവും ഇങ്ങനെ മാറി മാറി വരിക. ഊർജത്തിൽ നിന്നും ക്വാർക്ക് തലത്തിലേക്ക് വരിക, ക്വാർക്കിൽ നിന്ന് അതിങ്ങനെ സെക്കൻഡിൽ 10,000 സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ആ തലത്തിലേക്ക് ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ, ഈ മന്ത്രജപങ്ങളിലൂടെ, ഹോമിക്കുന്നതിലൂടെ സർവ പഞ്ചേന്ദ്രിയങ്ങളിലേക്കും പഞ്ചഭൂതങ്ങളിലേക്ക് കലർത്തുകയാണ് ആശയങ്ങൾ ചെയ്തത്. അപ്പോൾ അതുമായിട്ട് താരതമ്യം പ്രാപിക്കുന്ന വ്യക്തിയിലേക്ക് അത് വീണ്ടും ഉണർന്നു കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. അതിനാണ് നടത്തിയിരുന്നത്. അല്ല, വസ്തുക്കളെ ഹോമിച്ച് കളയാൻ ബുദ്ധിമോശം കൊണ്ട് കാണിച്ചതല്ല. അതിന് മാത്രം ബുദ്ധിമോശം ഇന്നത്തെ മനുഷ്യനെ പോലെ ഇല്ല. അവർ ഈശ്വരനോളം തന്നെ വളർന്ന ആൾക്കാരാണ് മാനസിക തലത്തിൽ. അവർ കാണാതെ തന്നെ മറ്റൊരുത്തെ കാര്യം ഗ്രഹിച്ചിരുന്ന ആളാണ്. ജീവിതത്തെക്കുറിച്ച് ശരിക്കും മനുഷ്യനെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് പഠിച്ച ആൾക്കാരാണ് അവർ. കണ്ടെത്തിയ മഹത്തായ തത്വങ്ങൾ അവരിലുണ്ട്. അതെല്ലാം പ്രകൃതിയിലേക്ക് പകർത്തുകയാണ് ചെയ്തത് ഈ വലിയ യാഗങ്ങളിലൂടെ. അവർ അതിന് പണം മുടക്കിയിരുന്നത് പലപ്പോഴും ഇത് കണ്ടെത്തി കഴിഞ്ഞിട്ട് രാജാക്കന്മാരായിരുന്നു. ധനം അവർ മുടക്കി അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും യോഗികളാണ് നടത്തിയിരുന്നത് മുഴുവൻ. യോഗികൾക്കേ സാധിക്കുകയുള്ളത്. ഇന്നും അത് അവരെ കൊണ്ടാണ് സാധിക്കുകയുള്ളൂ. സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഒരു ഊർജ്ജതലത്തെ മറ്റൊരു ഊർജ്ജമായിട്ട് മാറ്റുക എന്നത് സാധാരണ മനുഷ്യന് പറ്റുന്നതല്ല. അത് ആ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. ജൈവം ഊർജവും ദ്രവ്യമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. അത് വളരെ താഴെയായിട്ട് മനുഷ്യൻ്റെ ബോധവും ഏതാണ്ട് ക്വാർക്ക്, ദ്രവ്യം തമ്മിൽ ഉള്ള ഒരു അതിരുണ്ട്. ആ തലത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ പഞ്ചഭൂതങ്ങളിലേക്ക് പകർത്തുകയാണ് ആശയങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് അങ്ങനൊരു ശരിയായ ഭാരതത്തെ സ്നേഹിച്ച, ഭാരതത്തിൻ്റെ ആ മണ്ണിൽ നിന്ന് അവിടുത്തെ വായു ശ്വസിച്ച, വായു ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ശ്വസിച്ച ഇവിടുത്തെ പാരമ്പര്യമുള്ള ഒരാളിലേക്ക് അത് ഉണർന്നു കിട്ടിയതാണ് ഇന്ന് മോദിയിലൂടെ കാണുന്നത്. വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതൊന്നുമല്ല അദ്ദേഹത്തിന് വെളിപാട് പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരും. ബുദ്ധിയായിട്ട്, ഓർമ്മയായിട്ട്, ധാരണയായിട്ട്, തൻ്റെ ഇടമായിട്ട്, മുന്നോട്ട് തൻ്റെ അടുത്തോടെ ഇറങ്ങാനുള്ള ശക്തിയായിട്ട് അദ്ദേഹം ഇന്നലെ വരുത്തി ഭാരതം ഈ കഴിഞ്ഞ 1000 കൊല്ലം അനുഭവിച്ച വലിയ ദുഃഖത്തിൽ നിന്നും ഒന്ന് കരകയറാൻ തുടങ്ങി. 10 കൊല്ലം കൊണ്ട് വന്ന മാറ്റം അറിയാമല്ലോ. അത് വെറുതെ എങ്ങും കിട്ടിയതല്ലത്.
മറ്റ് ലോകരാജ്യങ്ങൾക്ക് പലർക്കും സാധിക്കാത്ത കാര്യം ഇവിടെ അദ്ദേഹത്തിന് സാധിച്ചെങ്ങനെയാണ്? അതാണ് അതിൻ്റെ ഈ മണ്ണിലുള്ളത്. യോഗികളിവിടെ അടക്കം ചെയ്തിട്ടുണ്ട് മണ്ണിൽ. അഥവാ ആ രചനകൾ നഷ്ടപ്പെട്ടാലും അത് പുറത്തു പോകും, അത് നഷ്ടപ്പെട്ടു പോകല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓരോ മൺതരിയിലും ഉണ്ടത്, ഇവിടുത്തെ ഓരോ ചടങ്ങുകളിലും ഉണ്ടത്. വലിയ യാഗങ്ങളുടെയൊക്കെ ഒരു ചെറിയ പതിപ്പാണ് ഈ ഇപ്പോൾ ഈയിടെ തിരുനാവായി നടന്നതൊക്കെ, പ്രയാഗരാജ് നടന്നതൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പാണ് അതൊക്കെ. അതിലും ഊർജ്ജം ധാരാളം സംഭരിക്കപ്പെടുന്നുണ്ട്. അവിടെ ചെന്നാൽ മതിയോ, അന്തരീക്ഷത്തിൽ ചെന്നാൽ മതി. വീഥികളായിട്ട് അവിടുത്തെ ആ ജൈവോർജം ഭാരതത്തിൽ ഋഷികൾ കണ്ടുപിടിച്ച ആ ഉയർന്ന തലത്തിലുള്ള ചിന്താഗതി മനുഷ്യനിൽ വന്നു ചേരും. ക്രമേണ നമ്മളറിയില്ല. നമ്മുടെ ശരീരം വളരുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? അറിയില്ല. കുറച്ച് വളർന്നു കഴിയുമ്പോൾ വളർന്നറിയാം, അത്രയേ ഉള്ളൂ. എന്നതുപോലെ നമ്മളിലേക്ക് ബോധതലത്തിലാണ് അത് നടക്കുന്നത്. ശാരീരിക തലത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങളുടെ തലത്തിൽ നടക്കുന്നുണ്ട്, അനിഷ്ടങ്ങളുടെ തലത്തിലുണ്ട്, നമ്മൾ ഭക്ഷണത്തോടുള്ള താല്പര്യത്തിൻ്റെ രീതിയിലുണ്ട്, നമ്മുടെ ഭാഷയിലുണ്ട്, നമ്മുടെ ശബ്ദത്തിലുണ്ട്, നമ്മുടെയൊക്കെ എല്ലാ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമുണ്ട്. ജീവിതവും ജീവിത അനന്തരമുള്ള മോക്ഷം എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിൽ പോലും ഉള്ള ഊർജം നമ്മളിലേക്ക് എല്ലാ തലങ്ങളിലും ഊർജം പകർന്നു തരാൻ വേണ്ടിയിട്ട് യോഗികൾ കണ്ടുപിടിച്ച ഒരു മഹത്തായ ഒരു രീതിയാണിത്. അതൊരിക്കലും ഇത്തരം ഹിന്ദുക്കളുടെ ഇത്തരം ചടങ്ങുകൾ, ഇത് ചടങ്ങല്ല, ഒരു മഹാഹോമമാണ്, ഒരു വലിയ യാഗമാണ്. അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കല്ലേ. പോയാൽ മതി. ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിലും അവിടെ പോയിട്ട് വന്നാൽ പോലും അവിടെ എത്ര സമയം ചിലവഴിക്കുന്നോ അതിനനുസരിച്ചുള്ളത് ഊർജ്ജം, അതിനുള്ള നന്മ നമ്മളിൽ വന്നു ചേരും. കാരണം ഭാരതത്തിലുണ്ടിത്, ഭാരതത്തിൻ്റെ ഓരോ മൺതരിയിലുമുണ്ട്. അതുകൊണ്ടാണ് ഈ വാരണാസിയിലൊക്കെ ഇത്ര ജനം ആരും വിളിച്ചിട്ടല്ല. എന്ത് ലോകം മുഴുവനുള്ള ജനം എന്താ, ഒരു ദിവസം ലക്ഷത്തിലേറെ ആൾക്കാരവിടെ വരുന്നുണ്ട്. അവരെ ഒരു പ്രശ്നവുമില്ല, അവരാരും ഇനി പരസ്യം ചെയ്യാറില്ല, ഒന്നും ചെയ്യണ്ട, വന്നോളും. അതുപോലെ പ്രയാഗ്രാജിലും ഇത് തന്നെ. ഗുരുവായൂർ ആരെ വിളിച്ചിട്ടാ? വൈകിട്ട് 10 മണിക്ക് തുടങ്ങുന്ന ക്യൂവാ, രാവിലെ 3 മണിക്ക് നിർമ്മാല്യം തൊഴാൻ. എന്തോ ഒരു ജനമാണ് അവിടെ. എന്നും ഇത് തന്നെയാണ്. തിരുപ്പതി അറിയില്ലേ? ഇത് കാരണം ഇതാണ്. അവിടുത്തെ ആ പ്രദേശത്ത് ആ മന്ത്രങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മളുടെ മഹായോഗികളുടെ ആ മനസ്സാണ്, അവരുടെ ആ കണ്ടെത്തലാണ്. അത് നമ്മളിലേക്ക് അവരുടെ ആ ഊർജ്ജം ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുന്നത്. അവിടെ ഒന്നും കൊടുക്കുന്നതിലല്ല കാര്യം. കൊടുത്താൽ നല്ലത്, ക്ഷേത്രം നിലനിൽക്കണ്ടേ, കൊടുക്കണം, അത് വേണം. എന്നാൽ നമ്മളവിടെ ചെല്ലുന്നത് ഈ ഊർജ്ജ സംഭരണത്തിനാണ്. നമ്മളാരും വിശ്വസിക്കുന്നില്ല ക്ഷേത്രത്തിൽ ഉള്ളൂ ഈശ്വരനെന്ന്. ഒരു ഹിന്ദുവും വിശ്വസിക്കുന്നില്ല ഒരു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ദൈവമെന്ന്. ദൈവം പരക്കെ എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ യോഗികൾ പഠിപ്പിച്ചിട്ട് അങ്ങനെയാണ്, തൂണിലും തുരുമ്പിലും ദൈവശക്തി ഉണ്ടെന്ന്. ഉദാഹരണ സഹിതം ഭാഗവത്ത് എഴുതി വെച്ചിട്ടില്ലേ? നരസിംഹ തൂണ് പൊട്ടി വന്നതൊക്കെ. ഇതുപോലെ ഒത്തിരി കഥകളുണ്ട്. ഇല്ലാത്തത് എന്തും ഉണ്ടാവും. അത് എവിടെയും ഉണ്ട് ഈശ്വരശക്തി. അത് എല്ലാ ഹിന്ദുവിനും അറിയാം. പക്ഷേ ആ സ്ഥലത്തെ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ യോഗികളുടെ നമ്മെ പഠിപ്പിച്ച ആ മന്ത്രങ്ങളും അതിലൂടെ ഊർജ്ജം ആവാഹിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. പൂജകൾ, ആ പൂജകൾ, ഹോമങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളിലും ഹോമങ്ങളുണ്ട്. വലിയ യാഗങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. മൂകാംബികയിൽ ആണ്ടിലെ ഒരു എല്ലാ ദിവസവും നടത്തുന്ന ഹോമങ്ങളുണ്ട് അവിടെ. ചണ്ഡികാ ഹോമം എല്ലാ ദിവസവും ഉണ്ടത്, വലിയ ചിലവുള്ളതാണ്. അതുപോലെ എല്ലാ ദിവസവും വേറെ പല എല്ലാ ദിവസവും ഉണ്ട്, 365 ദിവസവും ഉണ്ട് മൂകാംബികയിൽ. അതിതാണ് അവിടെ നമ്മുടെ പൈതൃകം, നമ്മളെ യോഗികൾ കണ്ടെത്തിയത്, നമ്മുടെ ഋഷികൾ ശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ചത്തെക്കുറിച്ച് അവർ ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, അതിൻ്റെ വളർച്ച, പരിണാമം, ഇവിടുത്തെ ജനനത്തിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള കാര്യം ഇതൊക്കെ കൂടെ അവർ ഗവേഷണം നടത്തിയിട്ടുള്ളത്. ഇത് മുഴുവൻ ഉൾക്കൊണ്ട ആ ഊർജ്ജമാണ് ഇവിടുത്തെ ഓരോ മണൽത്തരിയിലും അവർ മഹായാഗങ്ങളിലൂടെ, പാരായണങ്ങളിലൂടെ, മന്ത്ര ഉച്ചാരണങ്ങളിലൂടെ പകർത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒരു ഭാരതീയൻ പാരമ്പര്യം ഉള്ളതുകൊണ്ട് അവന് ഒരു വിഷമവും ഇല്ല ഇത് ഉൾക്കൊള്ളാൻ. അവന് ഭാരതീയനായിട്ട് ജീവിച്ചാൽ മതി.
ഭാരതീയനായിട്ട് ഭാരതത്തിൻ്റെ സ്നേഹിച്ച്, അപ്പം ഭാരതത്തിൻ്റെ ഉന്നത നിലവാരം വരുന്ന കൃതികൾ, ആ കഥാപാത്രങ്ങളെയൊക്കെ അറിഞ്ഞ് അത് വായിച്ച് പിന്തിരിപ്പനാവാതെ നന്നായിട്ട് ജീവിച്ചു പോയാൽ മതി, വലിയ നിലയിലെത്തും. നമുക്ക് ശാസ്ത്രന്മാരൊന്നും മോശമല്ലായിരുന്നു. ഇടയ്ക്ക് ഈ പിന്തിരിപ്പന്മാരായ കുറേ സ്വാർത്ഥമോഹികൾ, ചുരുങ്ങിയ കുറേ ആൾക്കാരാണ് ഉണ്ടാക്കിയത് ഈ ജാതി. അതുകൊണ്ട് മാത്രമേ ഉള്ളതേ ഉള്ളൂ. അല്ല, ഇവിടെ ആരും ആരെക്കാളും താണെ അല്ലെന്ന്. എല്ലാവരും യോഗികളെല്ലാം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാൽമീകി കാട്ടാളൻ്റെ ഒന്നും തൊടില്ല. വാൽമീകിയെ തള്ളിക്കളയണ്ടേ, രാമായണം തള്ളിക്കളയണ്ടേ? വലിയ മഹാഗ്രന്ഥങ്ങളാണ് ഭാഗവതവും ഭാരതവും. അത് എഴുതൊരു മുക്കുവന. നമ്മൾ തള്ളിക്കളയണ്ടേ? ആരെങ്കിലും തള്ളിക്കളഞ്ഞോ? ഈ വേദവ്യാസന് കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രാധാന്യം എന്തു ഭയങ്കരമായിരുന്നു. എന്തു പറഞ്ഞാലും സ്വീകരിക്കും. കൊട്ടാരത്തിൽ രാജാവ് സ്വീകരിച്ചു. അത്ര പരിഗണിച്ചിരുന്നല്ലേ? എല്ലാ രംഗത്തും പോരാ. സീത എങ്ങോട്ടാണ് ഉപേക്ഷിച്ചത്? വാൽമീകിയുടെ ആശ്രമത്തിന് അടുക്കല. ഇവിടെ എന്തെങ്കിലും ഈ ജാതി ഉണ്ടായിരുന്നോ? അന്ന് വെറും തൊഴിലിൻ്റെ പുറത്തും മറ്റുമൊക്കെയുള്ള ഈ അവനവൻ ചെയ്യുന്ന തൊഴിലനുസരിച്ച് മാത്രം ഒരു പേരുമുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്ന് വെച്ചിരുന്ന അത് വികൃത രൂപം പ്രാപിച്ചിട്ട് 1200 കൊല്ലമായുള്ളൂ. കേരളത്തിൽ നിന്നിട്ട് 1000 കൊല്ലമായുള്ളൂ. അത് മുതലുള്ള കുഴപ്പമേ ഭാരതത്തിലുള്ളൂ. അത് പരിഹരിച്ചു. അത് നിയമം കൊണ്ട് പരിഹരിച്ചു. ഇപ്പം അതിവേഗം ഇപ്പോഴത്തെ പോലുള്ള മോദിയെപ്പോലുള്ള ആൾക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ അതൊരു കൂടിയ 15-20 കൊല്ലം നിലനിൽക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചങ്ങ് ലയിക്കും. ഇന്ത്യൻ ജനത ഒന്നാകും. അല്ലാതെ ഇനി മാറി നിൽക്കുകയില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പം ഇനി മാറുന്നത്? മാറുകയില്ല, മാറി നിൽക്കാൻ പറ്റുകയില്ല. എല്ലാം ഒന്ന് തന്നെ. എന്ത് വ്യത്യാസമാണ് അവിടെ ഉള്ളത്? യാതൊരു രക്തത്തിന് വ്യത്യാസമുണ്ടോ? തൊലിക്ക് ഇത്ര വ്യത്യാസമുണ്ട്. നായരുടെ കൂട്ടത്തിൽ കരി പോലെ കറുത്ത ധാരാളം പേര്, പകുതി പേര് കരി പോലെ കറുത്തതാണ്. ഈഴവരുടെ കൂട്ടത്തിൽ പകുതി പേര് കറുത്തതാണ്. നമ്പൂരിൻ്റെ കുടുംബത്തിൽ അത്രയും തന്നെ കറുപ്പ് കാണുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ അടുത്ത പരിചയക്കാരൻ തൃശ്ശൂർക്കാരൊരു 3 പേരിന്ന് കരി പോലെ കറുത്ത നമ്മുടെ ക്ഷേത്രത്തിലെ അവർ പൂജാരികളാണ്. തിരുപ്പതിയിൽ പൂജിക്കുന്നവർ കരി പോലെ കറുത്തവരാ പകുതി അധികം പേരും. അപ്പം നിറം ഒരു പ്രശ്നമല്ല. ജാതിയെ കുറിക്കുന്നതല്ലേ നിറം. അത് ആദ്യം വന്നു ഉഷ്ണമേഖലാ പ്രദേശമായിട്ട് ആദ്യം വന്നവർ, ആദ്യം 60,000 കൊല്ലം മുമ്പ് വന്നവരൊക്കെ സൂര്യപ്രകാശം ഏറ്റ് കുറച്ച് കറുപ്പ് വന്നു. വെളുത്തിരുന്നവരവിടെ വന്നത്. അവർ ഇങ്ങനെ വന്നു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വന്നവർ ഇരുനിറവായി. ഏറ്റവും ലാസ്റ്റ് വന്നവർ എല്ലാവരും ബന്ധുക്കൾ തന്നെയാണ്. വടക്കേ ഇന്ത്യ ഒന്നിച്ച് താമസിച്ചവരാ, ബന്ധുക്കളാണ്, രക്തബന്ധമുള്ളവരാ. ഇവിടുത്തെ ഒരു ദളിതൻ പോലും ഇവിടെ അന്യൻ ഇല്ല. ലോകത്തിൻ്റെ ഒരിടത്തൊന്നും വന്നിട്ടില്ല. ഇവിടെ ഉള്ളവരേ ഉള്ളൂ. ഇവിടുത്തെ നായരും ഇവിടുത്തെ നമ്പൂരിയും ഇതെല്ലാവരും തമ്മിൽ ഈഴവനും എല്ലാം ഒരേ രക്തബന്ധമാണ്. രക്തബന്ധമുള്ളവരാ, ഒരേ രക്തമാണ് അവരിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ജീനെല്ലാം പണ്ടത്തെ യോഗികളുടെയാണ്, ഭാരതത്തിലെ യോഗികളുടെയാണ്. അവരെ ഈ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അത് തെറ്റാണ്, വലിയൊരു തെറ്റാണ് പറ്റിയത്. നമ്മൾ തിരുത്തി തുടങ്ങി. മോദി അതിനെല്ലാം പരമാവധി ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് വരണം. അല്ലാതെ അവർ ഒരു രീതിയിലും അന്യരല്ല എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം, അവർക്കും ഉണ്ടാവണം. നമ്മൾ അന്യനല്ല എന്ന് ധരിക്കണം. ഇവിടെ വേണ്ടപ്പെട്ടവരാ, രക്തബന്ധമുള്ളവരായിരുന്നു. രക്തബന്ധമുള്ളവരും ഏഴനും അനിയനും തമ്മിൽ 2 താമസിച്ച 2-3 തലമുറ മാറി താമസിച്ച് അറിയില്ല നമ്മളിൽ. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഇത് യോഗികളുടെ ആ വിശേഷം. നമ്മൾ ഭാരതീയരാണ്. ഭാരതത്തിൻ്റെ എല്ലാ ശക്തിയും എല്ലാ നന്മയും ഉൾക്കൊണ്ട് ഇവിടെ തന്നെ അന്തസ്സായിട്ട് ജീവിക്കണം. നമുക്ക് ഒത്തിരി കണ്ടെത്തലുകൾ ഇനി ആവശ്യമുണ്ട്. അതിന് യോഗികൾ ഇവിടെ വിതച്ചിട്ടുണ്ട് ആശയങ്ങൾ മുഴുവൻ. അത് ഇതുപോലുള്ള മോഡിയെപ്പോലുള്ള മഹാന്മാരുടെ രംഗപ്രവേശം ചെയ്യും. അവരിലൂടെ പ്രാവർത്തികമാകും. ഭാരതം ഒന്നായി വരും, ഒന്നാകും. ഒത്തിരി കാലമൊന്നും വേണ്ട ഇത്. കാരണം നമ്മുടെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആരും പിന്തിരിപ്പിക്കാനാവേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് വളർന്നോളൂ. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ.